കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശവുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുവാൻ കർത്താവിനെ വരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. സഭാപ്രസംഗിത പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായിട്ട് അറിയും. ഈ വാക്യങ്ങൾക്കാണ് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതവും അപ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് ദൈവമക്കളുടെ ഇടയിൽ ചിന്തിക്കേണ്ട ഒരു ചിന്തയും കൂടെയാണ് ഇന്ന് പ്രഭാതങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തെ സേവിക്കുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്, അല്ലേ? പലപ്പോഴും നമ്മളാൽ ആവുന്നിടത്തോളം വിശുദ്ധിയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് നീതിയോടെ നടക്കുവാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ശ്രമമാണ്. പലപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആണെന്നുള്ള ഡിക്ലറേഷൻ പലരും നടത്താറില്ലെങ്കിലും ആവുന്നിടത്തോളം ദൈവകൃപയിൽ ആശ്രയിച്ച് വിശുദ്ധിയോടെ നിൽപ്പാൻ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? തയ്യാറാകുന്നുണ്ട്. എന്നാൽ ഈ ആത്മലോകത്ത് തന്നെ കള്ളത്തരങ്ങളും മറ്റ് പാപപ്രവർത്തികളും ഇന്നത്തെ തലമുറ നാശത്തിലേക്ക് ഇരിക്കൽ ആത്മീകം വിട്ട് വിശുദ്ധി വിട്ട് ദൈവകൃപ വിട്ട് ദൈവത്തിനോ ദൈവസഭയ്ക്കോ ദൈവത്തിൻ്റെ വചനത്തിനോ നിരക്കാത്ത പ്രവർത്തികൾ സ്വന്തം മനസാക്ഷിക്ക് വിരോധമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക വ്യക്തികൾ നമ്മുടെ ആത്മസമൂഹത്തിനകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്, അല്ലേ? അപ്പം അങ്ങനെ ഉള്ളപ്പോൾ തന്നെ പലപ്പോഴും അതിനകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് ഇല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ജനം ഇന്നുമുണ്ട്. ദൈവദാസന്മാരുടെ ഇടയിലുണ്ട്, വിശ്വാസികളുടെ ഇടയിലുണ്ട്, വിശുദ്ധിയോടെ ദൈവഭക്തിയോടെ നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. എന്നാൽ അങ്ങനെ നിൽക്കുന്ന വ്യക്തികൾക്ക് പലപ്പോഴും ഉള്ള ഒരു ചിന്തയാണ് ഞാൻ ഇത്രയും വിശുദ്ധിയോടെ നിന്നിട്ട് ഇല്ലെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ചിട്ട് എന്നാൽ ആവുന്നിടത്തോളം ദൈവജനത്തിലെ പ്രമാണത്തിന് വേണ്ടി നിന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നു എന്ന് ചിന്തിക്കുന്ന തലങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്, അല്ലേ? അവർക്കുള്ള ഒരു മറുപടിയും കൂടെയാണ് ഈ വാക്യം എന്ന് പറയുന്നത്. സ്തോത്രമല്ലേലൂയ. ഒരു കാര്യം നമ്മുടെ ചോദ്യവും കൂടെയാണ്, അല്ലേ? അത് എന്തുകൊണ്ടാണ് ദുഷ്പ്രവർത്തിക്കാർക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം എന്ത് ചെയ്യാറുണ്ട് നടക്കാത്തത്? അത് നടക്കാത്തത് കൊണ്ടല്ലേ സ്തോത്രം ഇങ്ങനെയുള്ള പാപപ്രവർത്തികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് ഞാൻ പറയാം, വചനം ഇങ്ങനെ പറയുന്ന അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കതായ പ്രതിഫലത്തെ നൽകുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ചെയ്ത പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി നിശ്ചയമായിട്ട് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അപ്പോൾ തന്നെ ദൈവഭക്തിയോടെ ജീവിക്കുന്ന നമുക്കൊരു പ്രത്യാശയുണ്ട് എന്ന് തന്നെയാണ് വചനം പറഞ്ഞത്, അല്ലേ? 12-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായിട്ട് അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവവൈതലെ, വിശ്വാസിയെ, ദൈവദാസനെ, ഇന്ന് പ്രഭാതം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു നന്മ വരും. സ്തോത്രം. അത് നിശ്ചയമാണ്. ഇന്നത്തെ കഷ്ടം നമ്മളെ വിട്ടുമാറും, ഇന്നത്തെ പ്രതിസന്ധികൾ നമ്മളെ വിട്ടുമാറിപ്പോകും. വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് കാത്തിരിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഈ പ്രഭാതത്തിൽ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകിടയിൽ ഞങ്ങളെ മറയ്ക്കണമേ, അനുഗ്രഹത്തോടെ നടത്തണമേ, ബലത്തോടെ കാക്കണമേ. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുക മാത്രമല്ല, അനേകായിരങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചേരുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.